ഈജിപ്ത്, UAE, ജോർദാൻ, സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ഖത്തർ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ നേതാക്കളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നിർണായക കൂടിക്കാഴ്ച ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ ഈ നേതാക്കളുമായി ട്രംപ് നടത്തിയ ചർച്ചകൾ ഗാസയിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അടിയന്തര സമാധാന നീക്കമായി ലോകം ഉറ്റുനോക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയെ ട്രംപ് വിശേഷിപ്പിച്ചത് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച എന്നാണ്. യോഗത്തിന്റെ തുടക്കത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ച ട്രംപ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അത് അവസാനിപ്പിക്കാൻ പോകുന്നു, ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് അത് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവന യുദ്ധം അവസാനിപ്പിക്കുന്നതിന് നയതന്ത്രപരമായ നീക്കങ്ങൾ എത്രത്തോളം അനിവാര്യമാണെന്ന് വ്യക്തമാക്കുന്നു. അടുത്ത ആഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് അറിയിച്ചു. ഇത് സമാധാന ശ്രമങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചയുടെ പ്രധാന ലക്ഷ്യം ഗാസയിലെ മാനുഷിക ദുരിതങ്ങൾ ലഘൂകരിക്കുക, വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, ഇരുപക്ഷത്തിനും സ്വീകാര്യമായ ഒരു സമാധാന പാത കണ്ടെത്തുക എന്നിവയായിരുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ UN പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ പ്രസംഗത്തെ ട്രംപ് അഭിനന്ദിച്ചു. ഇത് ഇസ്രായേലിന്റെ ആശങ്കകളെയും സുരക്ഷാ ആവശ്യകതകളെയും അംഗീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ കൂടിക്കാഴ്ചയെ വളരെ ഫലപ്രദമായിരുന്നു എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ ചർച്ചയിലെ വിശദാംശങ്ങൾ ട്രംപോ മറ്റ് നേതാക്കളോ വെളിപ്പെടുത്തിയിട്ടില്ല. കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഒരു തംസ് അപ്പ് നൽകി മടങ്ങി. പ്രതീക്ഷ നൽകുന്ന ഒരു സൂചനയായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഈ നയതന്ത്ര നീക്കത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഗാസയിലെ യുദ്ധം മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയും ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ നേതാക്കളുമായി നേരിട്ട് സംസാരിച്ച് പൊതുവായ ഒരു ധാരണയിലെത്തുന്നത് നയതന്ത്രപരമായി നിർണായകമാണ്. ഈ രാജ്യങ്ങൾ ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അവരുടെ സഹകരണം അമേരിക്കയ്ക്കും അനിവാര്യമാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഓരോ രാജ്യത്തിനും ഈ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാടുകളാണുള്ളത്. സൗദി അറേബ്യയും UAEയും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാൻ താല്പര്യമുള്ള രാജ്യങ്ങളാണ്. എന്നാൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകാതെ പൂർണ്ണമായ ബന്ധം സ്ഥാപിക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയില്ല. ഖത്തർ ഹമാസുമായി ബന്ധമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഹമാസുമായി ചർച്ചകൾ നടത്താൻ ഖത്തറിന് നിർണായകമായ പങ്ക് വഹിക്കാൻ സാധിക്കും. തുർക്കിയും ഈജിപ്തും ഗാസയുമായി അതിർത്തി പങ്കിടുന്നു. അതുകൊണ്ട് ഈ രാജ്യങ്ങളുടെ സഹകരണം യുദ്ധം അവസാനിപ്പിക്കുന്നതിനും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും നിർണായകമാണ്. ചർച്ചയിൽ പങ്കെടുത്ത പാകിസ്ഥാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളെയും ചർച്ചയിൽ ഉൾപ്പെടുത്തിയത് സമാധാന പ്രക്രിയയ്ക്ക് കൂടുതൽ സ്വീകാര്യത നൽകും. ട്രംപിന്റെ ഈ നയതന്ത്ര നീക്കം മുൻ ഭരണകൂടങ്ങളുടെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗാസയിലെ സമാധാന പ്രക്രിയയിൽ എല്ലാ പക്ഷങ്ങളെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ കൂടിക്കാഴ്ച യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സമാധാനം സ്ഥാപിക്കുന്നതിനുമുള്ള നയതന്ത്രപരമായ നീക്കങ്ങളിലേക്ക് വലിയ ഊർജം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ആഴ്ച നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളും ഈ പ്രതീക്ഷകൾക്ക് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടാക്കാൻ സാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സമാധാന ശ്രമങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന ട്രംപിന്റെയും സുബിയാൻഡ്രോയുടെയും നിലപാടുകൾ ഈ വിഷയത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന സമഗ്രമായ സമീപനത്തെ സൂചിപ്പിക്കുന്നു. അതേസമയം പാലസ്തീനികളുടെ അവകാശങ്ങളും ജീവനും സംരക്ഷിക്കപ്പെടേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഇരുപക്ഷത്തിന്റെയും ആശങ്കകളെ പരിഹരിക്കുന്ന ഒരു സമാധാന ഉടമ്പടിക്ക് മാത്രമേ ശാശ്വതമായി നിലനിൽക്കാൻ സാധിക്കൂ. ഈ ചർച്ചകൾ ഒരു നല്ല തുടക്കം മാത്രമാണ്. യഥാർത്ഥ വെല്ലുവിളി ഈ ചർച്ചകളെ ഒരു ധാരണയിൽ എത്തിക്കുന്നതിനും ആ ധാരണയെ ഒരു പ്രായോഗിക സമാധാന പദ്ധതിയാക്കി മാറ്റിയെടുക്കുന്നതിനുമാണ്.